ഇന്നത്തെ ക്ലാസ്സിൽ tan A is equal to opposite side by adjacent side, എതിർവശം ബൈ സമീപവശം എന്ന റേഷ്യോ ഉപയോഗിച്ചുള്ള ചില പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ പിക്ചറിൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഒരാൾ നിൽക്കുന്നു. ഒരു സ്റ്റെപ്പിൻ്റെ വീതി 20 സെൻറ്റിമീറ്റേഴ്സ് ആണ്. നമ്മൾ ചോദിക്കുന്നത് ഹൗ ഹൈ ദ മാൻ ഇൻ ദ പിക്ചർ ഈസ് സ്റ്റാൻഡിങ്. ചിത്രത്തിലെ ആൾ നിൽക്കുന്നത് എത്ര ഉയരത്തിലാണെന്ന് കണ്ടുപിടിക്കുക. ഒരു സ്റ്റെപ്പിൻ്റെ വീതി 20 സെൻറ്റിമീറ്റേഴ്സ്, അടുത്ത 20 സെൻറ്റിമീറ്റേഴ്സ്, അടുത്ത 20 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ 20 + 20 എന്ന് പറയുന്നത് 35 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡാണ് തന്നിരിക്കുന്നത്. നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഹൈറ്റാണ്, അതായത് 35 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു tan A എന്ന് എഴുതാം. ഓപ്പോസിറ്റ് സൈഡ് എതിർവശം ഈസ് ഈക്വൽ ടു BC, അഡ്ജസൻറ്റ് സൈഡ് സമീപവശം 20 + 20 അപ്പോൾ നമുക്ക് 60 എന്ന് കിട്ടുന്നു. നമുക്കറിയാൻ പാടില്ലാത്ത സൈഡ് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അറിയാവുന്ന സൈഡ് അഡ്ജസ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു എതിർവശം ബൈ സമീപവശം ഈസ് ഈക്വൽ ടു tan A. ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയില്ല, അപ്പോൾ BC ഡിവൈഡ് ബൈ അഡ്ജസ്റ്റ് സൈഡ് 60 ഈസ് ഈക്വൽ ടു tan acute angle 35 degree. BC is equal to 60 into tan 35 degree is equal to 60 into tan 35 നമുക്ക് 0.7002 എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ 60 into 1 ഡെസിമൽ പ്ലേസ് കറക്റ്റ് ചെയ്യാം. അപ്പോൾ 0.7 കിട്ടുന്നു. ഇൻറ്റു ചെയ്യുമ്പോൾ 4 42 0 ഇറക്കുക, 1 ഡെസിമൽ പ്ലേസ് മാറ്റി പോയിൻ്റ് ഇടുക. അത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ഹൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ആംഗിൾ ഓഫ് എ റോംബസ് ഈസ് 50 ഡിഗ്രി ആൻഡ് ദ ലാർജർ ഡയഗണൽ ഈസ് 5 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? ഒരു സമഭുജ സാമാന്തര്യത്തിൻ്റെ ഒരു കോൺ 50 ഡിഗ്രി, വലിയ വികരണം 5 സെൻറ്റിമീറ്റർ, അതിൻ്റെ പരപ്പളവ് കണക്കാക്കുക. നമുക്കിവിടെ റോംബസിൻ്റെ വൺ ആംഗിൾ 50 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. ലാർജർ ഡയഗണൽ 5 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയുന്നു. നമുക്കറിയാം ഇൻ എ റോംബസ് ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ആൻഡ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. വികരണങ്ങൾ പരസ്പരം ലംബമായിരിക്കും, വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും. അതുകൊണ്ട് 5 സെൻറ്റിമീറ്ററുള്ള ഈ ഡയഗണൽ ബൈസെക്ട് ചെയ്യപ്പെട്ട് 2.5 ആയിത്തീരുന്നു. ആംഗിൾ 50 ഡിഗ്രി ആയിരുന്നു, അത് 25 ഡിഗ്രി ആയിത്തീരുന്നു. ഇൻ റൈറ്റ് ട്രയാങ്കിൾ APD ആംഗിൾ 25 ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല, നമുക്ക് അഡ്ജസ്റ്റ് സൈഡ് നമുക്കറിയാം. നമ്മുടെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ റോംബസിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് D1 ഇൻറ്റു D2. അല്ലെങ്കിൽ D1 നമുക്കറിയാം 5 സെൻറ്റിമീറ്റേഴ്സ്, നമുക്ക് D2 അറിയില്ല. D2 എന്ന് പറഞ്ഞാൽ BD. ഈ 25 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് PD. അത് നമുക്കറിയില്ല, നമ്മൾക്ക് അഡ്ജസ്റ്റ് സൈഡ് 2.5 അറിയാം. നമ്മൾ ഇൻ റൈറ്റ് ട്രയാങ്കിൾ APD, PD opposite side, AP adjacent side, opposite side by adjacent side is equal to tan 25 എന്ന് എഴുതുന്നു. ഓപ്പോസിറ്റ് സൈഡ് എതിർവശം PD
adjacent side AP 2.5 centimeters, opposite side by adjacent side is equal to tan A, opposite PD, divided by adjacent side 2.5 is equal to tan 25 degree. PD is equal to 2.5 into tan 25 degree is equal to 2.5 into tan 25, 0.4663. 2.5 into 2 decimal place correct ചെയ്യാം. അപ്പോൾ മൂന്നാമത്തെ നമ്പർ 5 മോർ ദാൻ 5 ആണ്, അതുകൊണ്ട് 1 ആഡ് ചെയ്യാം. അപ്പോൾ 0.47 കിട്ടുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഇസ് ഈക്വൽ ടു 1.175 കിട്ടുന്നു. അത് നമുക്ക് 2 ഡെസിമൽ പ്ലേസിൽ കറക്റ്റ് ചെയ്യാം. അപ്പോൾ 1.18 കിട്ടുന്നു. നമുക്ക് ബി ഡി കണ്ടുപിടിക്കാം. ബി ഡി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റ് 1.18 is equal to 2.26 centimeters. Area is equal to half d1 into d2 is equal to 1 by 2 into d1 5 centimeters into d2 2.36. 2 കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1.18 കിട്ടുന്നു. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 5 is equal to 590. 2 ഡെസിമൽ പ്ലേസ് മാറ്റി പോയിന്റ് ഇടാം. അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ ലാഡർ ലീൻസ് അഗൈൻസ്റ്റ് എ വാൾ with its foot 2 meters away from the wall and the angle with the floor 40 degree. How high is the top end of the ladder from the ground? മതിൽമേൽ ഒരു ഏണി ചാരി വച്ചിരിക്കുന്നു. ഏണിയുടെ ചുവട് മതിലിൽ നിന്ന് 2 മീറ്റർ അകലെയാണ്. ഏണിയും തറയുമായുള്ള കോൺ 40 ഡിഗ്രി. ഏണിയുടെ മുകളറ്റം തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ്? അത് നമ്മുടെ ഗ്രൗണ്ട്, ഇത് വാൾ, ഇത് ലാഡർ. ഇത് 2 meters ആണെന്ന് പറയുന്നുണ്ട്. നമ്മളുടെ ഈ ഹൈറ്റ് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി, ഓപ്പോസിറ്റ് സൈഡ് എതിർവശം is equal to BC, adjacent side സമീപവശം is equal to AB is equal to 2 meters. Opposite side by adjacent side is equal to tan A. Opposite side BC by adjacent side 2 is equal to tan 40 degree. BC is equal to 2 into tan 40 degree is equal to 2 into tan 40, 0.8391 is equal to 2 into 2 decimal place കറക്റ്റ് ചെയ്യാം. ഇത് മോർ ദാൻ 5 ആണ്, അതാണ് 1 ആഡ് ചെയ്യാം. അപ്പോൾ 0.84 കിട്ടുന്നു. നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 1.68 meters കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ ഒരു വലിയ റെക്റ്റാങ്കിളും 2 ചെറിയ റെക്റ്റാങ്കിൾസും തന്നിരിക്കുന്നു. അതിൻ്റെ ഡയഗണൽ വികരണത്തിൽ കൂടി കട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 6 ട്രയാങ്കിൾസ് കിട്ടുന്നു. ഈ 6 ട്രയാങ്കിൾസ് റീ അറേഞ്ച് ചെയ്ത് ഒരു റെഗുലർ പെൻറ്റഗൺ ഉണ്ടാക്കുന്നു. ഈ റെഗുലർ പെൻറ്റഗണിൻ്റെ 1 സൈഡ് 30 centimeters ആണ്. 30 centimeters. ഇവിടെ ആകെ 30,
അപ്പോൾ 15 15 ആയിത്തീരുന്നു. ഇവിടെ ആംഗിൾ തന്നിട്ടില്ല. നമുക്കറിയാം പെൻറ്റഗണിൽ നമ്പർ ഓഫ് സൈഡ്സ് 5 ആണെന്നറിയാം. പെൻറ്റഗണിൽ നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു 5. സം ഓഫ് ആംഗിൾസ് ഈസ് ഈക്വൽ ടു n-2 into 180 degree is equal to 5 minus 2 into 180 degree. 3 into 180 degree is equal to 540 degree. One angle is equal to 540 degree divided by 5 is equal to 108 degree. അപ്പോൾ നമുക്ക് ഈലി 108 ആണ്, അത് 54 ആയിത്തീരുന്നു. അപ്പോൾ ഈല് 54. ഇനി ആംഗിൾ ഡി കണ്ടുപിടിക്കാനായിട്ട് 180 മൈനസ് 108 ഈസ് ഈക്വൽ ടു 72. അതിന് 200 ഡിവൈഡ് ചെയ്യുന്നത് 36 കിട്ടുന്നു. അപ്പോൾ എയിൽ 36 ഡിഗ്രി, ഡിയിലും 36 ഡിഗ്രി. ഇവിടെ ആകെ ആംഗിൾ 108 ആണ്. അതിൽ നിന്നും 36 മൈനസ് ചെയ്താൽ ഈ ആംഗിൾ കിട്ടും നമുക്ക്. അപ്പോൾ 108 മൈനസ് 36, അപ്പോൾ നമുക്ക് 72 ഡിഗ്രി കിട്ടുന്നു. അപ്പോൾ ആംഗിൾ 72 ഡിഗ്രി. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ ലാർജ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ലെങ്ത്താണ് എഫ് ഡി. എഫ് ഡി ഈസ് ഈക്വൽ ടു 15 into tan 72. ഇവിടെ ലെങ്ത്തും കണ്ടുപിടിക്കണം, ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. നമുക്കറിയാവുന്നത് ഇ എന്ന് പറഞ്ഞാൽ 30 ആണ്, 30 സെൻറ്റിമീറ്റേഴ്സാണ്. അത് ഹൈപ്പോട്ന്യൂസാണ്. ഈ ചെറിയ റെക്റ്റാങ്കിൾ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് GA ഈസ് ഈക്വൽ ടു 30 into sin 54 ചെയ്യുന്നു. ഇതിൻ്റെ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് G ഈസ് ഈക്വൽ ടു 30 into cos 54 ചെയ്യുന്നു. In right triangle AFD, opposite അറിയില്ല, FD adjacent side is equal to AF 15 centimeters, opposite side by adjacent side എതിർവശം by സമീപവശം is equal to tan 72 degree. Opposite side FD by adjacent side 15 is equal to tan 72 degree. FD is equal to 15 into tan 72 is equal to 15 into tan 72 is equal to 3.0777 is equal to 15 into 1 decimal place കറക്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ 3.1 ഇൻറ്റു ചെയ്യുമ്പോൾ 46.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. അപ്പോൾ ലാർജ് റെക്റ്റാങ്കിൾ, വലിയ ചതുരം, length is equal to 46.5 centimeters, breadth is equal to 15 centimeters. In right triangle EGA, hypotenuse Karnam is equal to AE is equal to 30 centimeters. Opposite side is equal to GA, adjacent side is equal to EG,
opposite divided by hypotenuse എത്ര പ്രാവശ്യം ബൈ കർണം is equal to sin 54 degree. Opposite അറിയില്ല GA divided by hypotenuse 30 is equal to sin 54 degree. GA is equal to 30 into sin 54 degree is equal to 30 into 0.8090. 30 into 1 decimal place correct ചെയ്യാം. Less than 5 ആണ്. ഇതെല്ലാം ഉപേക്ഷിച്ചളയാം. അപ്പോൾ 0.8 is equal to 8 is 24. 30 to 0 1 decimal place മാറ്റി പോയിന്റ് ഇടുക. അപ്പോൾ ജി എ കിട്ടി. ഈ ജി എ ആയിരിക്കും ലെങ്ത് ഓഫ് ദി സ്മോൾ റെക്റ്റാങ്കിൾ. ഇനി നമുക്ക് adjust side divided by hypotenuse is equal to cos 54 degree. Adjust side EG divided by hypotenuse 30 is equal to cos 54 degree. EG is equal to 30 into cos 54 degree is equal to 30 into 0.5878 is equal to 30 into 1 decimal place correct ചെയ്യാം. ഇത് മോർ ദാൻ 5 ആണ്. അതുകൊണ്ട് 1 ആഡ് ചെയ്യുക. അപ്പോൾ 0.6 6 3s are 18 0 1 decimal place മാറ്റി പോയിന്റ് ഇടാം. ഇതായിരിക്കും സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത്. എഴുതാം നമുക്ക് സ്മോൾ റെക്റ്റാങ്കിൾ length is equal to 24 centimeters, breadth is equal to 18 centimeters. Another question, in the picture the vertical lines are equally spaced. Prove that their heights are in arithmetic sequence. What is the common difference? നമ്മൾക്ക് കോമൺ ഡിഫറൻസ് ഡി എന്ന പേര് കൊടുക്കുക. കുത്തനെയുള്ള വരകൾ ഒരേ അകലത്തിലാണ്. അവയുടെ ഉയരങ്ങൾ സമാന്തര ശ്രേണിയിൽ ആണെന്ന് തെളിയിക്കുക. പൊതുവ്യത്യാസം കാണുക. പൊതുവ്യത്യാസം നമ്മൾ ഡി എന്നെടുക്കുന്നു. ഈ റൈറ്റ് ട്രയാങ്കിളിൽ ആംഗിൾ ബി 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ന്യൂസ് 10 എന്നറിയാം. നമ്മളുടെ ബി സി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി സി എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്, അതായത് ബി സി ബൈ ഹൈപ്പോട്ന്യൂസ് 10 ഈസ് ഈക്വൽ ടു സൈൻ എ. ബി സി ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ എ. ഇത് ഈ ഫിഗറിൽ നോക്കി നമ്മൾ മനസ്സിലാക്കി സ്പീഡിൽ അറിഞ്ഞിരിക്കുക. ബി സി ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ എ. ഇവിടെ നോക്കാം, ആംഗിൾ ബി 90, ഹൈപ്പോട്ന്യൂസ് അറിയാം. നമ്മുടെ എ ബി അഡ്ജസ്റ്റ് സൈഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ഈസ് ഈക്വൽ ടു കോസ് എ. അപ്പോൾ അഡ്ജസ്റ്റ് സൈഡ് എ ബി ബൈ ഹൈപ്പോട്ന്യൂസ് ഈസ് ഈക്വൽ ടു കോസ് എ. എ ബി ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു കോസ് എ. ഇത് ഫിഗർ നോക്കിയിട്ട് എളുപ്പം മനസ്സിലാക്കി പഠിക്കുക. എ ബി ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു കോസ് എ. ഈ റൈറ്റ് ട്രയാങ്കിളിൽ നമുക്കറിയാൻ പാടില്ലാത്തത് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡാണ്. അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അറിയാവുന്നത് ആംഗിൾ എയുടെ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ നമുക്ക് എഴുതാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ബി സി ബൈ 10 ഈസ് ഈക്വൽ ടു tan A. BC is equal to 10 into tan A. ഇതും പല പ്രാവശ്യം പറഞ്ഞു പിടിക്കുക. ബി സി ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു ടാൻ എ. ഇത് മനസ്സിലാക്കിയാൽ ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും. ബി സി ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു ടാൻ എ.
AB is equal to x into tan 40. CD is equal to x plus d. Common difference d നാം എടുത്തത്. CD is equal to x plus d into tan 40. EF is equal to x plus d. So x plus 2d into tan 40. Common difference is equal to d. പൊതുവെ വ്യത്യാസം is equal to d. AB is equal to x into tan 40. CD is equal to x plus d into tan 40 degree. EF is equal to x plus 2d into tan 40 degree. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം എടുക്കുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്ത് നോക്കാം. x2 minus x1 is equal to x plus d into tan 40 degree minus first term x into tan 40 degree. Bracket open ചെയ്യാം. x into tan 40. അപ്പോൾ x tan 40 plus d tan 40 minus x tan 40d. പോസിറ്റീവ് x tan 40യും നെഗറ്റീവ് x tan 40ഡിയും ക്യാൻസൽ ആവുന്നു. ഈസ് ഈക്വൽ ടു d tan 40 കിട്ടുന്നു. നമുക്ക് x3 മൈനസ് x2 ചെയ്ത് നോക്കാം. x plus 2d into tan 40 degree minus x2 x plus d into tan 40 degree. Bracket open ചെയ്യാം. x into tan 40 degree. അപ്പോൾ x tan 40 degree plus 2d tan 40 degree minus x tan 40 degree minus നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം, tan 40 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ d tan 40 degree. x tan 40 ഡിഗ്രിയും നെഗറ്റീവ് x tan 40 ഡിഗ്രി ക്യാൻസൽ ആവുന്നു. 2d tan 40 ഡിഗ്രിയിൽ നിന്നും 1d tan 40 ഡിഗ്രി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് d tan 40 ഡിഗ്രി എന്ന് കിട്ടുന്നു. x2 മൈനസ് x1 ചെയ്തപ്പോൾ നമുക്ക് d tan 40 ഡിഗ്രി എന്ന് കിട്ടി. x3 മൈനസ് x2 ചെയ്തപ്പോഴും d tan 40 ഡിഗ്രി കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം x2 മൈനസ് x1 ഈസ് ഈക്വൽ ടു x3 മൈനസ് x2. Therefore, the heights are in the arithmetic sequence. ഉയരങ്ങൾ സമാന്തര ശ്രേണിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. One side of a triangle is 6 centimeters and angle at its ends are 40 degree and 65 degree. Calculate its area. ഒരു ത്രികോണത്തിൻ്റെ ഒരു വശം 6 സെൻറ്റിമീറ്ററും അതിൻ്റെ രണ്ട് കോണുകൾ 40 ഡിഗ്രി 65 ഡിഗ്രിയുമാണ്. അതിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ട്രയാങ്കിളിൻ്റെ വൺ സൈഡ് 6 സെൻറ്റിമീറ്റേഴ്സാണ്. 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഒരെണ്ണം 40 ഡിഗ്രി, അടുത്ത് 65 ഡിഗ്രി. റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി സിയിൽ നിന്ന് എ ബിക്ക് പെർപെൻഡിക്കുലർ വരക്കാം. സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. എ ബി ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റേഴ്സ്. എ ഡി 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഡി ബി 6 മൈനസ് 5 ആയിരിക്കും. എ ഡി 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഡി ബി ഈസ് ഈക്വൽ ടു 6 മൈനസ് 4 ആയിരിക്കും. എ ഡി നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഡി ബി ഈസ് ഈക്വൽ ടു 6 മൈനസ് എക്സ് എന്ന് കിട്ടുന്നു. എ ഡി ഈസ് ഈക്വൽ ടു എക്സ്, ഡി ബി ഈസ് ഈക്വൽ ടു 6 മൈനസ് എക്സ്.
ഈ റൈറ്റ് ട്രയാങ്കിളിൽ അഡ്ജസൻറ്റ് സൈഡ് നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ് അറിയാൻ പാടില്ല. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റ് സൈഡ് tan 40 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സി ഡി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു tan 40 ഡിഗ്രി ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഈ റൈറ്റ് ട്രയാങ്കിളിൽ അഡ്ജസൻറ്റ് സൈഡ് അറിയാം, ഓപ്പോസിറ്റ് സൈഡ് അറിയാൻ പാടില്ല. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റ് സൈഡ് tan 65 ഡിഗ്രി. അപ്പോൾ സി ഡി ഈസ് ഈക്വൽ ടു 6 മൈനസ് എക്സ് ഇൻറ്റു tan 65 ഡിഗ്രി നമുക്ക് എഴുതാം. അത് സെക്കൻഡ് ഇക്വേഷൻ. സി ഡി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു tan 40 ഡിഗ്രി ഫസ്റ്റ് ഇക്വേഷൻ. സി ഡി ഈസ് ഈക്വൽ ടു 6 മൈനസ് എക്സ് ഇൻറ്റു tan 65 degree second equation. From first and second equations ഇവിടെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും റൈറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. എക്സ് ഇൻറ്റു tan 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു 6 മൈനസ് എക്സ് ഇൻറ്റു tan 65 ഡിഗ്രി. അപ്പോൾ എക്സ് ഇൻറ്റു tan 40 0.8391 is equal to 6 minus x into tan 65 2.1445. അപ്പോൾ നമുക്ക് 1 ഡെസിമൽ പ്ലേസ് കറക്റ്റ് ചെയ്യാം. അപ്പോൾ 0.8x ലെസ് ദാൻ 5 ആണ്, അതുകൊണ്ട് 0.8x ഈസ് ഈക്വൽ ടു 6 മൈനസ് എക്സ് ഇൻറ്റു ഇതും 1 ഡെസിമൽ പ്ലേസ് കറക്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ 2.1 0.8x ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 6 കൊണ്ട് ഇതിന് ചെയ്യുമ്പോൾ നമുക്ക് 12.6 മൈനസ് 2.1 എക്സ് എന്ന് കിട്ടുന്നു. എക്സ് എല്ലാം ഒരു സൈഡ് കൊണ്ടുവരാം നമുക്ക്. അപ്പോൾ 0.8x മൈനസ് എന്നുള്ളത് പ്ലസ് ആയി തീരും. 2.1x ഈസ് ഈക്വൽ ടു 12.6. നമ്മൾ ആഡ് ചെയ്യാം. 2.1x plus 0.8x അപ്പോൾ 2.9x. 2.9x is equal to 12.6. x is equal to 12.6 divided by 2.9. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.3 കിട്ടുന്നു. അപ്പോൾ എക്സ് 4.3 കിട്ടി. നമുക്ക് സി ഡി ഡിവൈഡ് ചെയ്യാം. സി ഡി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു tan 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു എക്സ് 4.3 ഇൻറ്റു tan 40 0.8391 ഈസ് ഈക്വൽ ടു 4.3 ഇൻറ്റു 0.84. 2 ഡെസിമൽ പ്ലേസ് കറക്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 3.612 എന്ന് കിട്ടുന്നു. അപ്പോൾ സി ഡി ഈസ് ഈക്വൽ ടു 3.612 എന്ന് കിട്ടി. അതായത് ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് 6 ഇൻറ്റു 3.612. 2 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും നമുക്ക്. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 10.836 എന്ന് കിട്ടുന്നു. അത്രയും sin²